കണ്ണന് ഒരു 4 വയസ്സ് വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അനിയന്മാർ എന്ന് പറഞ്ഞാൽ അവന് ജീവനായിരുന്നു. സ്കൂളിൽ വന്നാൽ അവരുടെ അടുത്ത് തന്നെയായിരിക്കും. അവർക്കും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ എല്ലാം മാറി മറിഞ്ഞത് ആ ദിവസമായിരുന്നു. എൻ്റെ മോൻ എന്നിൽ നിന്ന് അകലാൻ തുടങ്ങിയത് അന്ന് മുതലാണ്. ഹേമ പറഞ്ഞ് നിർത്തി ശിവയെ നോക്കി. വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുകയാണ് ശിവ. ഹേമ മഹിയെ നോക്കി. അന്ന് കണ്ണൻ്റെ 5ാം പിറന്നാളായിരുന്നു. അത് ഗംഭീരമായി ആഘോഷിക്കണമെന്ന് ത്രിലോകനായിരുന്നു നിർബന്ധം. അവസാനം അവൻ്റെ നിർബന്ധം കൊണ്ട് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ എല്ലാവരും വിളിച്ച് ആഘോഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വളരെ ഭംഗിയായി തന്നെ പരിപാടി നടന്നു. ആളുകളുടെ തിരക്കിൽ ഞാനും ഇവളും മോനെ ശ്രദ്ധിക്കാൻ വിട്ടുപോയി. ആളുകൾ ഒരുവിധം പോയി കഴിഞ്ഞപ്പോഴാണ് ത്രിലോകനെ കാണുന്നില്ലെന്ന് നോക്കിയത്. എല്ലായിടത്തും നോക്കി, കണ്ടില്ല. ഒടുവിൽ മുകളിലെ മുറിയിൽ എന്തോ ശബ്ദം കേട്ട് ചെല്ലുമ്പോൾ കാണുന്നത് ശരീരത്തിലൊരു വസ്ത്രം പോലും ഇല്ലാതെ ജീവന് വേണ്ടി പിടയുന്ന എൻ്റെ മോനെയാണ്. പറയുന്നതിനൊപ്പം അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അന്ന് അവനെ വാരിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഓടുമ്പോൾ ചങ്ക് തകർന്ന് പോകുന്ന പോലെയായിരുന്നു. എല്ലാ ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് കേട്ടപ്പോൾ ലോകം അവസാനിച്ചാൽ മതിയെന്ന് തോന്നിപ്പോയിരുന്നു. ഡോക്ടർ എൻ്റെ മോൻ. ഡോക്ടർ മുന്നിൽ നിൽക്കുമ്പോൾ മൈക്കാകെ തളരുന്ന പോലെ തോന്നിപ്പോയി. സർ, കുറച്ച് സംസാരിക്കാനുണ്ട്, ഒന്ന് ക്യാബിനിലേക്ക് വരണം. ഡോക്ടർ പറഞ്ഞ് മുന്നോട്ട് നടക്കുമ്പോൾ മഹിയുടെ നെഞ്ച് പതിമടങ്ങിടിക്കുന്നത് പോലെ തോന്നി. ഡോക്ടറിൻ്റെ ക്യാബിനിലേക്ക് ഈശ്വരും മഹിയുമായിരുന്നു പോയത്. പക്ഷെ ഡോക്ടറിൻ്റെ വാക്കുകൾ തീച്ചൂളയിൽ നിൽക്കുന്ന പോലെയായിരുന്നു. സാർ, ഞാൻ പറയുന്നത് ശ്രദ്ധയോടെയും ക്ഷമയോടെയും കേൾക്കണം. ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരു അച്ഛൻ എന്ന നിലയിൽ സാറിന് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ എനിക്കിത് നിങ്ങളെ അറിയിച്ചേ പറ്റൂ. കുട്ടിയെ ഞങ്ങൾ പരിശോധിച്ചു. ഇറ്റ്സ് എ റേപ്പ്. നോ, നിങ്ങൾക്ക് തെറ്റിപ്പറ്റിയതായിരിക്കും. മഹി ചാടി എഴുന്നേറ്റ് ഡോക്ടറിൻ്റെ കോളറിൽ പിടിച്ചു. ഏട്ടാ വിട്. ഈശ്വർ ഒരുപാട് ശ്രമിച്ചാണ് മഹിയെ പിടിച്ചിരുത്തിയത്. സാറിൻ്റെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവും. പക്ഷേ സത്യമാണ്, ഒരു കുഞ്ഞിനെ താങ്ങാൻ കഴിയുന്ന അത്രയും പെയിൻ ആ കുട്ടി അനുഭവിച്ചിട്ടു. അതുപോലെ പല സ്ഥലത്തും ആഴത്തിലുള്ള മുറിവുകളും. പിന്നെ ഡോക്ടർ ബാക്കി പറയുന്നതിന് മുൻപേ ഈശ്വർ കൈ ഉയർത്തി തടഞ്ഞു. ഇനിയൊന്നും പറയണ്ട ഡോക്ടർ. ഈശ്വർ മഹിയെ നോക്കി. കുനിഞ്ഞിരിക്കുവാണ്. പക്ഷേ ആ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകിയിറങ്ങുന്നുണ്ട്. ഡോക്ടറിൻ്റെ ക്യാബിനിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇതെങ്ങനെ പറയും ആർക്കും സഹിക്കുക. പക്ഷേ പറഞ്ഞു നോക്കൂ, മഹി തന്നെ ഹേമയോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞ് ബോധം കെട്ട് വീണ ഹേമയെ പിന്നെ എഴുന്നേൽക്കുമ്പോൾ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. വളരെ ശ്രമപ്പെട്ടാണ് ഹേമയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയത്. 3 ദിവസം ത്രിലോക് ICUവിൽ തന്നെയായിരുന്നു. 4ാം നാൾ അവനെ റൂമിലേക്ക് മാറ്റുമ്പോൾ അവൻ്റെ കോലം കണ്ടപ്പോൾ അടക്കി നിർത്തിയ സങ്കടം ഒരു വിധത്തിലാണ് അവൻ്റെ മുന്നിൽ നിന്നത്. പക്ഷേ അതിനുശേഷം അവൻ ആരോടും മിണ്ടിയിട്ടില്ല. എല്ലാവർക്കും പേടിയായിരുന്നു. കൗൺസിലിംഗ് കൊടുത്തു. പക്ഷേ അവനിൽ യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ ഡിസ്ചാർജായി വീട്ടിലേക്ക് വരുമ്പോൾ അവൻ ശരിയാകുമെന്ന് എല്ലാവരും വിശ്വസിച്ചു. പക്ഷേ ആരോടും അവൻ മിണ്ടിയില്ല. എപ്പോഴും ഹേമയെ ചുറ്റിപ്പറ്റി നിൽക്കും. അനിയന്മാരെ പോലും അവൻ നോക്കിയില്ല. ഹേമ മാത്രമായിരുന്നു അവനെല്ലാം. പക്ഷെ സംസാരമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒരുപാട് വിഷമിച്ചിരുന്നു. അവരെല്ലാം അവനെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചു. പക്ഷെ അതിലൊന്നും ഫലമുണ്ടായില്ല. പറഞ്ഞുകൊണ്ട് മഹി നിർത്തിയപ്പോഴാണ് ആരോ റൂമിന് ഡോർ തുറക്കുന്നത് പോലെ തോന്നിയത്. 3 പേര് തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ണനാണ്. ഒപ്പം വീറുമുണ്ട്. റൂമിലേക്ക് കയറിയ കണ്ണനും വീറും അവിടെ ഇരിക്കുന്ന ഹേമയെയും മഹിയെയും സംശയത്തോടെ നോക്കി. ഹേമയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി എന്താണ് അതിന് കാരണമെന്ന്. നിങ്ങൾ സംസാരിക്കുക, ഞങ്ങൾ പിന്നെ വരാം. അതും പറഞ്ഞ് കണ്ണനെയും കൂട്ടിക്കൊണ്ട് വീർ പുറത്തേക്ക് പോയി. അതിനുശേഷം എന്ത് സംഭവിച്ചു ഹേമാമ്മേ? ശിവ ചോദിച്ചപ്പോൾ അവർ കഴിഞ്ഞു പോയ കാലം ഒന്നും കൂടി ഓർത്തുപോയി. ദിവസങ്ങൾ കടന്നു പോയിട്ടും അവനിൽ മാറ്റവും ഒന്നും ഉണ്ടായില്ല. പതിയെ പതിയെ അവൻ ഞങ്ങളിൽ നിന്ന് അകലാൻ തുടങ്ങി. അവൻ്റെ റൂമിൽ മാത്രമായി അവൻ്റെ ലോകം. ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് കണ്ണനെയും വീറിനെയും ആയിരുന്നു. എന്നും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഏട്ടൻ അവർക്കൊപ്പം ഇല്ലാത്ത ബന്ധം 2 പേർക്കും വാശിയായി. അവരുടെ വാശി അധികമായപ്പോൾ അവൻ തന്നെ വന്നു. പിന്നീട് റൂമും അനിയന്മാരും മാത്രമുള്ളൊരു ലോകമായി അവൻ്റെ. പണ്ടത്തെ ചിരിയില്ല, കളിയില്ല. വീടാകെ ഉറങ്ങിയതുപോലെയായിരുന്നു. സ്കൂളിൽ നിന്ന് വന്നാൽ കുറച്ച് സമയം പിള്ളേരുടെ ഒപ്പം. പിന്നെ അവൻ്റെ മുറിയിൽ ഞങ്ങളോട് ആരും അവൻ സംസാരിക്കാതെയായി. എന്തെങ്കിലും ചോദിച്ചോ 1-2 വാക്ക്, അതിലൊതുങ്ങും അവൻ്റെ മറുപടി. ഇനിയും ഇതുപോലെ തുടർന്നാൽ ശരിയാവില്ലെന്ന് കരുതി അവനെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. പക്ഷേ യാതൊരു മാറ്റവും ഉണ്ടായില്ല. അവൻ അവൻ്റെതായ ലോകം. പിന്നെ ഞങ്ങളും അത് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. കാലങ്ങൾ കടന്നുപോയി. അതിനിടയിൽ കുഞ്ചുവും മനുവും വന്നു. അപ്പോഴൊക്കെ അവൻ ഉണ്ടായിരുന്നു. ജാനകി കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത് അവനായിരുന്നു. ഒരു മടിയുമില്ലാതെ അവനുണ്ടായിരുന്നു. ത്രിലോക് +2 പഠിക്കുമ്പോൾ അച്ഛൻ അവൻ്റെ കമ്പനി കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ അവനെല്ലാം പഠിച്ചെടുത്തു. വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ പഠിച്ചെടുത്തത് അവൻ വളരെ നിസ്സാരമായിട്ടാണ് പഠിച്ചെടുത്തത്. അവനിൽ അത്രയ്ക്കും വിശ്വാസമുള്ളത് കൊണ്ട് ചില കമ്പനി ഫയൽസൊക്കെ അവനെ ഏൽപ്പിക്കുകയായിരുന്നു. വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് അവൻ ഓരോന്നും ചെയ്യുന്നത്. അത് പറയുമ്പോൾ മഹിയിൽ തൻ്റെ മകനോടുള്ള അഭിമാനം നിറഞ്ഞിരുന്നു ആ മുഖത്ത്. പക്ഷേ എല്ലാം മാറി മറിഞ്ഞത് മഹിയേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വരവോട് കൂടിയാണ്. ആ ഓർമ്മയിൽ ഹേമ പറഞ്ഞു. ആരാ അത്? ശിവ ആകാംക്ഷയോട് ചോദിച്ചു. എൻ്റെ കോളേജ് കാലത്ത് എനിക്ക് കിട്ടിയ കൂട്ടാണ് കൃഷ്ണൻ.
ആരോരുമില്ലാത്ത അനാഥൻ. എനിക്കും അവനോട് വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു. ഇവിടെ അച്ഛനും അമ്മയ്ക്കും എല്ലാം അവന് നല്ല കാര്യമായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ അവനൊരു കുട്ടിയോട് ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ അതാരാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ആ ഇടയ്ക്കാണ് ഞാനും ഇവളും തമ്മിൽ ഇഷ്ടത്തിലാവുന്നത്. ആർക്കും അറിയില്ലായിരുന്നു. കോളേജ് പഠനം കഴിയുന്നതിന് ഒരാഴ്ച മുൻപ് അവനെ കാണാതെയായി. ആർക്കും അവനെക്കുറിച്ച് ഒരറിവുമില്ലായിരുന്നു. അവൻ ഒറ്റയ്ക്കൊരു മുറിയിലായിരുന്നു താമസമൊക്കെ. അതുകൊണ്ട് തന്നെ വേറെ ആരുമായിട്ട് കോണ്ടാക്ട് ഇല്ലായിരുന്നു. എന്റെ പരമാവധി അവനെക്കുറിച്ച് അന്വേഷിച്ചു. പക്ഷേ കിട്ടിയില്ല. പിന്നെ ഞാൻ കമ്പനിയിൽ കയറി. പിന്നെ കല്യാണം. അങ്ങനെ എല്ലാം ഒക്കെ തിരക്കിലായി. അങ്ങനെ ഒരു മീറ്റിംഗിനിടയിൽ വെച്ചാണ് ഞാൻ അവനെ വീണ്ടും കണ്ടുമുട്ടുന്നത്. അവന്റെ കല്യാണമൊക്കെ കഴിഞ്ഞിരുന്നു. ഒരു മകളും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഒപ്പം അവന്റെ കുടുംബത്തെയും. പക്ഷേ അത് തന്നെ തകർക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണെന്ന് ഞാൻ അറിയാൻ വൈകി മോളെ. മഹി വേദനയോട് പറഞ്ഞു. ആ ദിവസത്തിലേക്ക് പോയി. തന്റെ പ്രിയ സുഹൃത്ത് വരുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു മഹി. മുറ്റത്ത് കാറിന്റെ ശബ്ദം കേട്ടതും അയാൾ സന്തോഷത്തോടെ മുറ്റത്തേക്ക് ഇറങ്ങി. കാറിൽ നിന്ന് ഇറങ്ങുന്ന തന്റെ കൂട്ടുകാരനെയും കുടുംബത്തെയും കണ്ടതും മഹിക്ക് സന്തോഷമായി. കൃഷ്ണ, മഹി പരസ്പരം കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്നു അവർ. ഡാ, എന്നെ ഇവിടെ നിർത്താനാണോ നിന്റെ പരിപാടി? കുറുമ്പോടെ കൃഷ്ണൻ പറഞ്ഞതും മഹി അവന്റെ തോളിലൊന്ന് അടിച്ചു. പിന്നെ നിനക്കിനി പ്രത്യേകം പെർമിഷനൊക്കെ വേണമായിരിക്കും. കയറി വാടാ. മഹി പറഞ്ഞതും ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കൃഷ്ണന്റെ ഭാര്യയും മകളെയും മഹി കണ്ടത്. മഹി, ഇതാണ് എന്റെ ഭാര്യ വിജിത. ഇത് മോൾ ഋതിക. കൃഷ്ണൻ പരിചയപ്പെടുത്തിയപ്പോൾ വിജിത കൈകൾ കൂപ്പി. ഋതിക ഒന്ന് ചിരിച്ചു. വാടാ, എല്ലാവരും കാത്തിരിക്കുക, വാ. അവരെയും കൂട്ടി മഹി അകത്തേക്ക് നടന്നു. അവരെയും കൊണ്ട് അകത്തേക്ക് വരുമ്പോൾ എല്ലാവരും അവരെ പ്രതീക്ഷിച്ച് ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു. ആദ്യത്തെ മര്യാദയോടെ അവർ അവരെ സ്വീകരിച്ചു. പക്ഷേ ഇതിലൊന്നും താല്പര്യം കാണിക്കാതെ ഒരു സിംഗിൾ സോഫയിൽ മാടിയിൽ കുഞ്ഞു കുഞ്ചുവിനെ ഇരുത്തി ഫയൽ നോക്കുന്ന ത്രിലോകിയായിരുന്നു ഋതുവിന്റെ കണ്ണുകൾ. അവളുടെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായിരുന്നു. പിന്നെ പരിചയപ്പെടലായി. ആകെ ബഹളം. അല്ല, നിന്റെ മൂത്ത മോനെ കണ്ടില്ലല്ലോ. എവിടെ? ഇവിടെ ഇല്ലേ? കൃഷ്ണൻ ചോദിച്ചതും മഹി പിന്തിരിഞ്ഞ് നോക്കി. ത്രിലോക്. മഹി വിളിച്ചതും ത്രിലോക് ഫയലിൽ നിന്ന് മുഖമുയർത്തി മഹിയെ നോക്കി. ഒന്നിങ്ങ് വന്നേ മോനെ. മഹി വിളിച്ചതും ഫയൽ ടേബിളിൽ വെച്ച് തന്റെ മടിയിൽ ഉറങ്ങുന്ന കുഞ്ഞു കുഞ്ചുവിനെ ഉണർത്താതെ തോളത്തിട്ടുകൊണ്ട് അവൻ അവരുടെ അടുത്തേക്ക് വന്നു. ഗൗരവത്തോടെ നടന്നു വരുന്നവനെ ഋതു കണ്ണു ചിമ്മാതെ നോക്കി നിന്നു. എന്താ ഡാഡ്? വളരെ ഗൗരവമായിരുന്നു അവന്റെ ശബ്ദത്തിൽ. എന്നാലും കൈകൊണ്ട് കുഞ്ചുവിന്റെ പുറത്ത് തട്ടുന്നുണ്ടവൻ. ത്രിലോക്, ഇതെന്റെ ഫ്രണ്ടാണ് കൃഷ്ണൻ. ഇത് അവന്റെ വൈഫ് വിജിത. ഇത് അവരുടെ മോൾ ഋതിക. മഹി പറഞ്ഞു കൊടുത്തപ്പോൾ അവർ അവരെ നോക്കി ചിരിച്ചു. പക്ഷേ തിരിച്ചൊരു ചിരി അവൻ കൊടുത്തില്ല. ഹായ് അങ്കിൾ, ഐ എം ത്രിലോക്. ത്രിലോക് നാഥ് വസിഷ്ഠ. കുഞ്ഞു കുഞ്ചുവിനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് കൃഷ്ണന് നേരെ കൈനീട്ടിക്കൊണ്ട് ത്രിലോക് പറഞ്ഞപ്പോൾ കൃഷ്ണനും അവന് കൈ കൊടുത്തു. പക്ഷേ ഋതു അവന്റെ ശബ്ദത്തിലും അവന്റെ ആറ്റിറ്റ്യൂഡിലും മയങ്ങിയിരിക്കുകയായിരുന്നു. കൃഷ്ണൻ, കൃഷ്ണൻ മേനോൻ. കൃഷ്ണൻ പറഞ്ഞതും അവൻ കൈമാറ്റി ഒന്ന് നീങ്ങി നിന്നു. ജാനിയമ്മേ റൂമിലുണ്ടാവും. അത്രയും പറഞ്ഞ് തോളിൽ കിടക്കുന്ന കുഞ്ഞു കുഞ്ചുവിനെ കൊണ്ട് ത്രിലോക് അവന്റെ റൂമിലേക്ക് പോയി. ഒന്നും തോന്നരുത് കേട്ടോ, അവൻ അങ്ങനെ ആരോടും സംസാരിക്കാറില്ല. അതാ മുത്തശ്ശൻ പറഞ്ഞു. ഏയ്, എനിക്കും തോന്നി ആൾ കുറച്ച് റിസർവ്ഡ് ആണെന്ന്. കൃഷ്ണൻ പറഞ്ഞു. ആ കുഞ്ഞു? വിജിത ഒരു സംശയത്തോട് ചോദിച്ചു. അത് ഈ ഈശ്വറിന്റെ രണ്ടാമത്തെ കുട്ടിയാ. ഇരട്ടകളാണ്, ഒരു മോനും ഒരു മോളും. മുത്തശ്ശി പറഞ്ഞു. നിനക്കൊരു മോൻ കൂടി ഇല്ലേ? കൃഷ്ണൻ ചോദിച്ചു. അവർ ത്രിലോകിന്റെ റൂമിലാവും രണ്ടുപേരും. മഹി ചിരിയോട് പറഞ്ഞു. ഓ, അപ്പോ അനിയന്മാരും അനിയത്തിമാർക്കും വല്യേട്ടന മതിയല്ലേ? വിജിത ചിരിയോട് ചോദിച്ചു. ഞങ്ങളില്ലെങ്കിലും കുഴപ്പമില്ല, അവനെ കണ്ടില്ലെങ്കിൽ പ്രശ്നമാകും. ഹേമ ചിരിയോട് അതിന് ഉത്തരം കൊടുത്തു. വിജിത അതിനൊന്ന് ചിരിച്ചു. മഹി, നീ അവർക്ക് റൂം കാണിച്ചു കൊടുക്ക്, അവരൊന്ന് വിശ്രമിക്കട്ടെ. മുത്തശ്ശൻ പറഞ്ഞതും മഹി അവരെ കൊണ്ട് ഗസ്റ്റ് റൂമിലേക്ക് പോയി. ഹേമേ, മോൾക്ക് മുകളിലുള്ള റൂം കൊടുത്തേക്ക്, മുത്തശ്ശി പറഞ്ഞു. വാ മോളെ. അവളെയും കൊണ്ട് ഹേമ മുകളിലേക്ക് കയറി. മുകളിൽ 6 മുറിയാണുള്ളത്. ഇടതുവശത്തെ 1ാമത്തെ മുറിയാണ് ഋതുവിന് കൊടുത്തത്. മോളൊന്ന് റെസ്റ്റ് എടുക്ക്, അപ്പോഴേക്കും ആന്റി കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തു വിടാം. ഋതുവിന്റെ തലയിലും തലോടിക്കൊണ്ട് ഹേമ താഴേക്ക് പോയി. ഹേമ പോയതും ഋതു ഡോർ അടിച്ച് ബെഡിലേക്ക് വീണു. അപ്പോഴും അവളുടെ മനസ്സിൽ ത്രിലോകിന്റെ മുഖം തെളിമയോടെ നിന്നു. എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരിക്കുവാണ്. ത്രിലോകിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഋതു ഇരിക്കുന്നത്. കഴിക്കുന്നതിനിടയിലും ഋതുവിന്റെ കണ്ണുകൾ ത്രിലോകിലായിരുന്നു. അവനാണെങ്കിൽ മറ്റൊന്നും ശ്രദ്ധിക്കാതെ ഭക്ഷണം കഴിക്കുകയായിരുന്നു. എടാ, നീ കോളേജിൽ നിന്ന് എവിടേക്കാ മുങ്ങിയത്? ഞാൻ കുറെ അന്വേഷിച്ചു, പക്ഷെ ഒരു അറിവുണ്ടായില്ല. മഹി സംസാരത്തിന് തുടക്കം ഇട്ടു. അത് പറയാനാണെങ്കിൽ കുറെ ഉണ്ടടാ, പിന്നീട് ഒരിക്കൽ ഞാൻ പറയാം. കൃഷ്ണൻ അങ്ങനെ പറഞ്ഞപ്പോൾ മറ്റാരും ഒന്നും പറഞ്ഞില്ല. മോനെന്താ ഒന്നും മിണ്ടാത്തത്? ഒന്നും മിണ്ടാതിരിക്കുന്ന ത്രിലോകിനെ നോക്കി വിജിത ചോദിച്ചു. ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല, പറഞ്ഞുകൊണ്ട് അവൻ കഴിച്ചെഴുന്നേറ്റ് പോയി. അവൻ പോകുന്നു നോക്കി ഋതുവിന്റെ കണ്ണുകൾ അവനെ പിന്തുടർന്നു. അമ്മ, സിദ്ധു വരും, ഡോർ ലോക്ക് ചെയ്യണ്ട. അത്രയും വിളിച്ചു പറഞ്ഞവൻ ആരെയും നോക്കാതെ മുകളിലേക്ക് പോയി. ത്രിലോക് മോന്റെ കൂട്ടുകാരനാണ് സിദ്ധു. നല്ല മോനാണ്. അവൻ ആരോരുമില്ല. മഹി അവന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇവിടെയാ താമസം. ഇന്ന് അവനൊരു ഫുട്ബോൾ മാച്ച് ഉണ്ട്, അതിന് പോയതാ. മുത്തശ്ശി പറഞ്ഞപ്പോൾ അവരൊന്ന് ചിരിച്ചു. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും കുറച്ച് സമയം വർത്തമാനമൊക്കെ പറഞ്ഞ് റൂമിലേക്ക് പോയി.
റൂമിലേക്ക് പോകുമ്പോൾ ഋതുവിന്റെ കണ്ണുകൾ അടഞ്ഞു കിടക്കുന്ന ത്രിലോകിന്റെ റൂമിന്റെ ഡോറിലേക്ക് നീണ്ടു. രാവിലെ കുളിച്ച് ഫ്രഷായി താഴേക്ക് ഇറങ്ങുമ്പോൾ ഋതുവിന്റെ കണ്ണുകൾ അവൾ അറിയാതെ തന്നെ ത്രിലോകിന്റെ റൂമിലേക്ക് പോയിരുന്നു. അടഞ്ഞു കിടക്കുന്ന ഡോർ കണ്ടപ്പോൾ അവൾക്ക് എന്തോ നിരാശ തോന്നി. ഋതു താഴേക്ക് ചെല്ലുമ്പോൾ ഹേമയും ജാനകിയും എല്ലാവർക്കും കോഫി കൊടുക്കുന്നത് കണ്ടു. മോൾ എഴുന്നേറ്റോ? കോഫി മതിയോ മോൾക്ക്? സ്നേഹത്തോടെ ഹേമ ചോദിച്ചു. എനിക്ക് ഏതായാലും കുഴപ്പമില്ല ആന്റി, ചിരിയോടെ ഋതു പറഞ്ഞതും ഹേമ അവൾക്ക് കോഫി കപ്പ് നീട്ടി. അവളൊന്ന് സിപ്പ് ചെയ്തുകൊണ്ട് കൃഷ്ണന്റെ അടുത്തേക്ക് പോയിരുന്നു. ത്രിലോകിനെ കണ്ടില്ലല്ലോ. കൂട്ടത്തിൽ ത്രിലോകിനെ കാണാനും കൃഷ്ണൻ ചോദിച്ചു. ത്രിലോകിന്റെ കാര്യം കേട്ടപ്പോൾ ഋതു അവർ പറയുന്നത് കേൾക്കാൻ കാതു കുറിപ്പിച്ചു. അവൻ റൂമിലുണ്ടാകും. അവന് ഈ കോഫി ചായ ഇതൊന്നും കുടിക്കുന്ന ശീലമില്ല, വല്ലപ്പോഴും കുടിക്കും, അത്രയുള്ളൂ. ഹേമ പറഞ്ഞപ്പോൾ അവനൊരു നോക്ക് കാണാൻ കൊതിച്ച ഋതുവിൽ നിരാശയുണ്ടായി. മോൻ അങ്ങനെ ആരോടും മിണ്ടില്ലല്ലേ? ഇന്നലെ മുതൽ തോന്നിയ സംശയം വിജിത ചോദിച്ചു. അങ്ങനെ മിണ്ടായിക്കൊന്നുമില്ല, പക്ഷെ അവൻ അങ്ങനെ സംസാരം കുറവാ, ആവശ്യത്തിന് മാത്രം. ജാനകിയാണ് അതിന് മറുപടി പറഞ്ഞത്. ഡാഡ്? ത്രിലോകിന്റെ ശബ്ദം കേട്ടതും ഋതു ആകാംക്ഷയുടെ മുകളിലേക്ക് നോക്കി. ഒരു ബ്ലാക്ക് ടീഷർട്ടും ഒരു ഷോർട്ട്സും ഇട്ട് വരുന്നവനെ കണ്ട് അവൾ കണ്ണ് ചിമ്മാതെ നോക്കി നിന്നു. അലസമായി ഒതുക്കി വെച്ചിരിക്കുന്ന അവന്റെ മുടികൾ അവൻ നടക്കുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നുണ്ട്. ഡാഡ്, ഈ ഫയലിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. അവനൊരു ഫയൽ മൈക്ക് നേരെ കാണിച്ചുകൊണ്ട് പറയുന്നു. മഹി അത് നോക്കി. ശരിയാണ്, ഒരു 20 ലക്ഷത്തിന്റെ കുറവ് കാണിക്കുന്നുണ്ട്. എന്താ മഹി? മുത്തശ്ശൻ ചോദിച്ചു. അപ്പോഴേക്കും റൂമിൽ നിന്ന് കുഞ്ചുവിന്റെ കരച്ചിൽ കേട്ടു. ത്രിലോക് ആരെയും നോക്കാതെ അങ്ങോട്ട് പോയി. അപ്പോഴെല്ലാം ഋതുവിന്റെ കണ്ണുകൾ അവനിൽ തന്നെയായിരുന്നു. ഇത് കൃഷ്ണൻ കണ്ടിരുന്നു. അയാളുടെ ഉള്ളിൽ ഒരു ചിരിയുണ്ടായിരുന്നു ആ നിമിഷം. ആച്ചാ, ഇത് കഴിഞ്ഞ മാസത്തെ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. ഇതിലൊരു 20 ലക്ഷത്തിന്റെ കുറവ് കാണിക്കുന്നുണ്ട്. മഹി പറഞ്ഞപ്പോൾ മുത്തശ്ശൻ ഞെട്ടി. ആദ്യമായാണ് ഇങ്ങനെയൊന്നും സംഭവിക്കുന്നത്. അപ്പോഴേക്കും കുഞ്ചുവും മനുവും നെഞ്ചോട് ചേർത്തുകൊണ്ട് ത്രിലോക് വന്നിരുന്നു. മുത്തശ്ശ, ഇത് കഴിഞ്ഞ മാസത്തെ കണക്കിലല്ല, ഇതിനു മുൻപ് ഇതുപോലെ നടന്നിട്ടുണ്ട്. ഞാനെല്ലാം ചെക്ക് ചെയ്തെല്ലാം കൂടി ചേർത്ത് 1 കോടിക്ക് മേലെയാണ് ക്യാഷ് മിസ്സായിരിക്കുന്നത്. ത്രിലോക് തന്റെ അഭിപ്രായം വ്യക്തമാക്കി. മഹി, ഈശ്വർ, ഇത് ആരാ ചെയ്തെന്ന് കണ്ടുപിടിക്കണം. 1 കോടി അത് നമുക്ക് നിസ്സാരമാണ്. പക്ഷെ കൂടെ നിന്ന് ചതിക്കുന്നവരെ അത് വസിഷ്ഠ ഗ്രൂപ്പിൽ വെച്ചു കുറിപ്പിക്കില്ല. ഗൗരവത്തോടെ മുത്തശ്ശൻ പറഞ്ഞതും മഹി അപ്പോൾ തന്നെ ഫോൺ എടുത്ത് ആർക്കോ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോഴേ ബിസിനസ് ഒക്കെ നോക്കാൻ തുടങ്ങിയോ? മഹിക്കൊരു പിൻഗാമി ആയാലോ? കൃഷ്ണൻ പറഞ്ഞപ്പോൾ മഹി ഒന്ന് പുഞ്ചിരിച്ചു. അവനെ ഇതൊക്കെ പഠിപ്പിച്ചത് അച്ഛനാണ്. പിന്നെ അവനും കൂടി ചേർന്നപ്പോൾ ബിസിനസ് ഒന്നുകൂടി വളർന്നു. അഭിമാനത്തോടെ മഹി പറഞ്ഞു. അതേ അഭിമാനം ആയിരുന്നു മറ്റുള്ളവർക്കും ഉണ്ടായിരുന്നത്. ത്രിലോക് മോനെ, സിദ്ധു വന്നില്ലേ? ജാനകി ചോദിച്ചു. റൂമിലുണ്ട്. ചുരുങ്ങിയ സംസാരം. അതായിരുന്നു ത്രിലോക്. അല്ല, ആരാ ഈ സിദ്ധു? ഇന്നലെ പറയുന്നത് കേട്ടു. വിജിത സംശയത്തോട് ചോദിച്ചു. സിദ്ധാർത്ഥ് ഈസ് മൈ ബ്രദർ കം ഫ്രണ്ട്. ത്രിലോകാണ് അതിന് മറുപടി പറയുന്നത്. അല്ല, ആ കുട്ടി ഇവിടെ നിന്നാണ് പഠിക്കുന്നത്? കൃഷ്ണൻ ചോദിച്ചു. അതെ, സിദ്ധുവിന്റെ അച്ഛനും അമ്മയും ഒരു ആക്സിഡന്റിൽ മരിച്ചു. അതേ പിന്നെ അവൻ ഇവിടെയാണ്. ത്രിലോകിനെ പോലെ തന്നെ അവനും ഞങ്ങൾക്ക് മകനാണ്. ഈശ്വരായിരുന്നു അതിന് മറുപടി പറയുന്നത്. വല്യത്തെയാ വിളിച്ചുകൊണ്ട് വീറും കണ്ണും ത്രിലോകിന്റെ അടുത്തേക്ക് വന്നു. ത്രിലോക് മറ്റാരെയും നോക്കാതെ അവരെയും കൊണ്ട് മുകളിലേക്ക് പോയി. മുകളിലെ കോമൺ ഏരിയയിൽ ഇരിക്കുവാണ് ത്രിലോക്. തൊട്ടടുത്തൊരു ബേബി ബെഡിൽ കുഞ്ചുവും മനുവും കിടന്നുറങ്ങുന്നുണ്ട്. ത്രിലോക് ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുവാണ്. ഇടയ്ക്കിടയ്ക്ക് അവന്റെ ശ്രദ്ധ ഉറങ്ങുന്ന കുഞ്ഞുങ്ങളിലായിരുന്നു. മുന്നിലാരോ നിൽക്കുന്നത് പോലെ തോന്നി മുഖമുയർത്തിയ ത്രിലോക് കണ്ടത് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ഋതുവിനെയാണ്. എന്തോ അവളുടെ നിൽപ്പും നോട്ടവും അവനിൽ അരോചകം ഉളവാക്കി. എന്താ? പതിവിലും ഗൗരവം നിറഞ്ഞിരുന്നു അവനിൽ ആ നിമിഷം. പക്ഷേ അവൻ ചോദിച്ചതൊന്നും കേൾക്കാതെ അവനിൽ തന്നെ മതിമറന്ന് നിൽക്കുവാണ് ഋതു. അതുകൂടിയായതും ത്രിലോകിന് ദേഷ്യം ഉച്ചസ്ഥായിലെത്തി. തന്നോടാണ് ചോദിച്ചത്. ദേഷ്യം അടക്കി അവൾക്ക് മുന്നിൽ വിരൽ ഞൊടിച്ചുകൊണ്ട് ത്രിലോക് ചോദിച്ചതും ഋതു ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. അവന്റെ മുഖത്ത് നിറഞ്ഞ ദേഷ്യം കണ്ടതും അവൾക്ക് വിഷമമായി. അത് ഞാൻ ത്രിലോകിനൊന്ന് പരിചയപ്പെടാൻ വേണ്ടി അവന്റെ നോട്ടത്തിൽ വിക്കിക്കൊണ്ട് ഒരുവിധം പറഞ്ഞൊപ്പിച്ചു അവൾ. ഓക്കെ, ഐ ആം ത്രിലോക്നാഥ് വസിഷ്ഠ. പരിചയപ്പെട്ടല്ലോ, ഇനി തനിക്ക് പോകാം. അലസമായി പറഞ്ഞുകൊണ്ട് വീണ്ടും അവൻ ബുക്ക് വായിക്കാൻ തുടങ്ങി. പക്ഷേ അവൻ തന്നെ കളിയാക്കിയതുപോലെയാണ് ഋതുവിന് തോന്നിയത്. എന്തോ അവന്റെ പെരുമാറ്റം അവൾ വിഷമമുണ്ടാക്കി. ഇനിയും അവിടെ നിൽക്കാൻ അവൾക്ക് തോന്നിയില്ല. അവൾ പതുക്കെ തന്റെ മുറിയിലേക്ക് പോയി. ഋതു പോയതും ത്രിലോകിന് ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. പുച്ഛത്തിന്റെ ചിരി. റൂമിലെത്തിയ ഋതു ബെഡിലിരുന്നു പോയി. കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീറാണ് താൻ കരയുകയാണെന്ന് അവൾക്ക് മനസ്സിലായത്. എന്തിനാ ഋതു നീ ഇങ്ങനെ കരയുന്നത്? അതിനുവേണ്ടി ഇവിടെ എന്താ ഉണ്ടായത്? അവളുടെ ബുദ്ധി അവളോട് ചോദിച്ചു. അറിയില്ല, പക്ഷെ അവന്റെ അവഗണന എന്തോ എനിക്ക് വേദന നിറയുന്നു. ഋതുവിന്റെ മനസ്സ് അവളോട് മുറവിളി കൂട്ടി. എന്തിന്? അതിന് മാത്രം അവൻ നിന്റെ ആരാ? നീ കണ്ടിട്ടുള്ള ആൺപിള്ളേരിൽ ഒരുവൻ, അത് മാത്രമാണ് അവൻ. ബുദ്ധി അവളെ ഉപദേശിച്ചു. അല്ല, അങ്ങനെയല്ല, എനിക്ക് അവൻ ആരൊക്കെയാണ്. അവനെ കണ്ട നിമിഷം മുതൽ അവൻ എന്റെയാണ്. അവളുടെ ആ നിമിഷം അവൾ പോലും അറിയാതെ ഒരു വാശി നിറഞ്ഞിരുന്നു. നിനക്ക് ഭ്രാന്താണ് ഋതു. അവൻ നിന്നോടൊന്നും സംസാരിച്ചിട്ട് പോലുമില്ല. അതുമാത്രമല്ല, അവനെ കണ്ടിട്ട് ഏതാനും മണിക്കൂറുകൾ മാത്രമായിട്ടുള്ളൂ. ബുദ്ധി അവളെ മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് എന്താ? എന്റെ അവൻ, എന്റെ ഈ ഋതുവിന്റെ. അവൾ പുലമ്പിക്കൊണ്ട് മുടിയിൽ കോർത്തു വലിച്ചു.
ഋതു പോലും അറിയാതെ അവൻ അവളുടെ ഉള്ളിൽ നിറഞ്ഞിരുന്നു.